ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫയർവിങ്സ്. കോവിഡായിട്ട് എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് ഡ്രസ്സ് മേടിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല ഇപ്പോൾ. അപ്പോൾ നമ്മുടെ വലിയ ആൾക്കാരുടെ ഡ്രസ്സ് ഉപയോഗിച്ച് നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ വീട്ടിലിടാൻ പറ്റുന്ന നൈറ്റ് ഡ്രസ്സുകൾ തയ്ക്കാം എന്നതിനെ പറ്റിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഞാൻ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോളിപ്പോൾ വലുതായി, അവൾക്ക് പഴയ ഡ്രസ്സിന് ഇപ്പോൾ പാകമാവണില്ല. അപ്പം ഞാൻ എൻ്റെ ഏട്ടയുടെ ബനിയൻ ഉപയോഗിച്ചിട്ട് നിക്കറും ബനിയനും അവൾക്ക് തയ്ച്ചു. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് അടിച്ചത് നോക്കുക, അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, വളരെ എളുപ്പമാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് കണ്ടന്റിലേക്ക് പോകാം. ഇത് തയ്ക്കാൻ വളരെ എളുപ്പമാണ്. ഇതിനാവശ്യമുള്ളത് ആ കൂടെ 4 സാധനങ്ങൾ മതി. ഒരു ടേപ്പ്, ചോക്ക്, കത്രിക, പിന്നെ നമ്മുടെ വീട്ടിലുള്ള പഴയ ടീഷർട്ട്. ഇതുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചിന് നല്ല അടിപൊളിയായിട്ടുള്ള നൈറ്റ് ഡ്രസ്സ് നമുക്ക് തന്നെ തയ്ക്കാൻ പറ്റും. ഞാനിവിടെ നിക്കറും ബനിയനുമാണ് തയ്ക്കാൻ പോകുന്നത്. അത് എളുപ്പമാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും വെച്ച് നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കി തയ്ക്കണം. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഇത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ടീഷർട്ട് നിവർത്തിയിട്ടിട്ട് ആ 2 കൈകൾ ഞാൻ മുറിച്ച് മാറ്റാണ്. കൈകൾ നമുക്ക് ആവശ്യമില്ല. ഞാൻ സീവ്ലെസ് ആയ ബനിയനാണ് കുഞ്ഞിന് തയ്ക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് 2 കൈകൾ ഞാൻ മുറിച്ച് മാറ്റി കളഞ്ഞു. ഇനി ആ ടീഷർട്ട് നിവർത്തിയിട്ടിട്ട് അത് നീളത്തിലാക്കിയിട്ട് പകുതി വെച്ച് മടക്കുക. മടക്കിയ ശേഷം നമ്മുടെ കുട്ടിയുടെ പഴയ ഏതെങ്കിലും നിക്കർ അളവിന് വേണ്ടി എടുത്തിട്ട് അതും സെൻറ്റർ മടക്കിയിട്ട് ആ ടീഷർട്ടിൻ്റെ ഒപ്പം വെക്കുക. അത് നമുക്ക് അളവ് മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് നിക്കർ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തയ്ക്കാൻ പറ്റും. അപ്പോൾ അത് അതിൻ്റെ ഒപ്പം അളവിൽ വയ്ക്കുക. ഇനി നമ്മൾ നിക്കറിൻ്റെ ഒപ്പം വെച്ച ശേഷം പകുതി ഞാനിത് മുറിച്ച് മാറ്റാണ്. അടിയിലത്തെ ഭാഗം നിക്കറും മുകളിലത്തെ ഭാഗം നമുക്ക് ബനിയനും തയ്ക്കാം. അതിനുശേഷം നമ്മുടെ നിക്കർ എടുത്തിട്ട് ആ മുറിച്ച് മാറ്റിയ ബനിയൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അടിഭാഗം നമുക്ക് അടിക്കേണ്ട ആവശ്യമില്ല, കാരണം ബനിയനിൽ മടക്കി അടിച്ച കാരണം കൊണ്ട്. പിന്നെ നമ്മൾ ആ നിക്കർ ഒപ്പം ബനിയൻ്റെ ഒപ്പം വെച്ച ശേഷം നമ്മൾ അളവ് സ്റ്റിച്ചിങ്ങിന് വേണ്ടി മെഷർ ചെയ്യാണ്. അപ്പോൾ അതുപോലെ തന്നെ കൃത്യ അളവിൽ നമ്മൾ വരച്ച് കൊടുക്കുക. ഇനി നമ്മൾ 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് കയറ്റി നമ്മൾ അതേ അളവിൽ നമ്മൾ വരച്ച് കൊടുക്കുകയാണ്. കാരണം നമുക്കത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അങ്ങനെ അളവ് മെഷർ ചെയ്ത് നമ്മൾ 1 ഇഞ്ച് 1.5 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്യണത്. അപ്പോൾ നമ്മുടെ മാർക്കിങ് കഴിഞ്ഞു. ഇനി നമ്മളത് കട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ 1 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ നിന്ന് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. അപ്പോൾ അതുപോലെ തന്നെ കട്ട് ചെയ്യുക. അതേ അളവിൽ അവിടെ ചരിച്ച് കട്ട് ചെയ്യുക. നമ്മളതങ്ങനെ സൈഡിൽ ചരിച്ച് വെട്ടിയ ശേഷം ബനിയൻ ക്ലോത്താണ് നിവർത്തിയിട്ട് ഒപ്പം പിടിക്കണം. പിന്നെ അതിന് ശേഷം ഇവിടെ നിന്ന് മുകളിലേക്ക് കട്ട് ചെയ്യുക. അത് സ്ട്രൈറ്റായി അങ്ങോട്ട് കട്ട് ചെയ്ത് കളയുക. ബനിയൻ ക്ലോത്ത് പ്രയാസമാണ് മുറിക്കാൻ, സൂക്ഷിച്ച് മുറിക്കണം, അളവ് തെറ്റി പോകണ്ട. പക്ഷേ കുട്ടികൾക്ക് ഏറ്റവും നല്ലത് ഇടാൻ ഇതായിരിക്കും, ബനിയൻ ക്ലോത്തിൻ്റെ ഡ്രസ്സായിരിക്കും നല്ലത്. അപ്പോൾ നമ്മളത് ഒപ്പം പിടിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച് മുകൾ വശം എടുത്ത് പകുതിയാക്കി മടക്കി നിവർത്തിയിടുക. എന്നിട്ട് നമ്മുടെ അളവ് ബനിയൻ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ആ ബനിയൻ നടുപോലെ മടക്കി വെച്ച ശേഷം അത് നല്ലപോലെ നിവർത്തിയിട്ടിട്ട് ഇനി നമ്മൾ അളവ് ബനിയൻ എടുത്തിട്ട് അതുപോലെ തന്നെ സെൻറ്റർ മടക്കി അതിൻ്റെ ഒപ്പം വയ്ക്കുക. വെച്ച ശേഷം നമ്മളിനി മാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ബനിയൻ എല്ലാം ഒപ്പം വന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മാർക്ക് ചെയ്യുക. അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ സൈഡിൽ വരച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ പൊക്കി കൈ അവിടെ വെച്ച ശേഷം പൊക്കി ആ റൗണ്ട് നമുക്ക് വരച്ച് കൊടുക്കുക. സീവ്ലെസ് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കൈയുടെ ആവശ്യമില്ല. അതിൽ ചെയ്ത പോലെ തന്നെ 1 ഇഞ്ച് നമ്മൾ കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതുപോലെ തന്നെ ചെയ്തിട്ട് നമുക്ക് ആ അളവിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ആ അളവിൽ മുറിച്ചെടുക്കുക. ആ സൈഡിൽ അപ്പോൾ നമുക്ക് ഷോൾഡറും കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞു ബനിയൻ്റെ. ഇനി നമുക്ക് ബനിയൻ നിവർത്തിയിട്ട് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല പോക്കറ്റ് ഉണ്ട് അതിനകത്ത്. പിന്നെ നെക്ക് അത് നമുക്ക് എക്സ്ട്രാ കട്ട് ചെയ്ത് ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇനി നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. നെക്ക് കണ്ടില്ലേ, നെക്കും പോക്കറ്റും അതിനകത്ത് തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തയ്ക്കാൻ പോവാണ്. നിക്കറാണ് നമ്മൾ ആദ്യം തയ്ക്കണത്. അപ്പോൾ നമ്മൾ നിക്കറിന് കട്ട് ചെയ്ത് നിവർത്തി വയ്ക്കുക. അതിനുശേഷം നമ്മൾ 2 നിക്കറിൻ്റെ നല്ല വശങ്ങൾ, 2 ഭാഗത്തിൻ്റെ നല്ല വശങ്ങൾ നിവർത്തിയിട്ട ശേഷം നമ്മൾ വെട്ടിയ ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പ് അങ്ങനെ തന്നെ വരാൻ പാകത്തിന് നിവർത്തിയിടണം. എന്നാലേ നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാൻ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഓരോന്നിൻ്റെ മുകളിൽ ഒന്ന് കയറ്റി വെച്ച് 2 സൈഡും ആ ഒരു നമ്മൾ കോൺ ഷേപ്പിൽ വെട്ടിയില്ലേ, ആ 2 ഭാഗങ്ങളും ചേർത്ത് വയ്ക്കുക. ഈ സൈഡും മറ്റേ സൈഡും അങ്ങനെ ചേർത്ത് വെച്ച ശേഷം നമ്മൾ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യാം ആദ്യം. ഇനി അപ്പോൾ നമ്മൾ 2 സൈഡും സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ അതേപോലെ വളഞ്ഞ് 2 സൈഡും സ്റ്റിച്ച് ചെയ്യാതെ തന്നെ. ബനിയൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് ശരിക്കും നമുക്ക് പിടിച്ച് തയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വലിച്ചു കൊടുത്തിട്ട് വേണം തയ്ക്കാൻ. അപ്പോൾ നമ്മളങ്ങനെ 2 സൈഡും തയ്ക്കുക. അപ്പോൾ നമ്മൾ തയ്ച്ച് കഴിഞ്ഞു.
അതിനുശേഷം നമ്മൾ തയ്ച്ച രണ്ട് സൈഡും നടുക്ക് വരാൻ പാകത്തിനാക്കിയിട്ട് രണ്ട് മൂലകളും നിവർത്താം. അപ്പോൾ തന്നെ നിക്കറിൻ്റെ ഷേപ്പ് ആവും. പിന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അടിഭാഗമാണെങ്കിൽ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി ഈ രണ്ട് സൈഡ് ഇങ്ങനെ കോൺ ഷേപ്പിൽ ആ രണ്ട് മൂലകളും കൂടി അടിക്കാം. അപ്പോൾ നമ്മൾ ആ വി ഷേപ്പിലുള്ളത് അടിച്ചിട്ട് വരാം. നമ്മൾ ആദ്യം മുകളിൽ നിന്ന് താഴേക്ക് അടിക്കുക. ഇത്തിരി ബനിയൻ്റെ ക്ലോത്ത് അതുകൊണ്ട് പ്രയാസം തോന്നും. അത് നമ്മൾ വലിച്ചു പിടിച്ച് താഴെ വരെ അടിക്കാം. നമ്മൾ താഴെ വരെ അതുപോലെ തന്നെ അടിച്ച് പോവാം. ഇച്ചിരി പ്രയാസം തോന്നുകയാണെങ്കിലും വലിച്ച് അടിച്ച് താഴെ വരെ എത്തിയ ശേഷം നമ്മൾ സൂചി കുത്തി നിർത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് പൊക്കി താഴ്ത്തിയ ശേഷം താഴെ നിന്ന് മുകളിലോട്ട് അടിക്കുക. ആദ്യമായിട്ട് അടിക്കുന്നവർക്ക് ഇത്തിരി ബുദ്ധിമുട്ട് തോന്നും, എങ്കിലും മെല്ലെ ആണെങ്കിലും നമ്മൾ ചെയ്താൽ മതി. ഇനി നമ്മൾ അതുപോലെ അടിച്ചതിന് ശേഷം നമ്മൾ ആ വി ഷേപ്പ് അടിച്ച ശേഷം നിവർത്തിയിടുമ്പോൾ നമുക്ക് ശരിക്കും നിക്കറിനായി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എലാസ്റ്റിക് ഇടണം. എൻ്റെ അടുത്ത് 6 ഇഞ്ച് വീതിയിലുള്ള എലാസ്റ്റിക്കാണുള്ളത്. ഞാൻ അതാണ് ഇതിനകത്ത് ഇടാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെറിയൊരു മടക്കിയിട്ട് ചുറ്റും അടിക്കാം. ഈ ബനിയൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് നമുക്ക് 2 മടക്ക് ഒറ്റയടിക്ക് അടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ചെറിയ മടക്ക് വലിച്ച് പിടിച്ച് അടിക്കുക. അതിനുശേഷം വീതി കൂട്ടിയിട്ട് നമുക്ക് രണ്ടാമത്തെ മടക്കും മടക്കിയിട്ട് എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് അടിച്ചെടുക്കാം. ഇനി ഞാൻ എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് വീതി കൂട്ടി 1 ഇഞ്ച് വീതി കൂട്ടി ഞാൻ മടക്കി അടിക്കുകയാണ് ചുറ്റിലും. എളുപ്പമാണ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ. അതോടുകൂടി നമ്മുടെ നിക്കറിൻ്റെ പണി കഴിയുകയാണ്. എലാസ്റ്റിക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിന് നല്ലൊരു നിക്കറായി കഴിഞ്ഞു. അപ്പോൾ അതും കൂടി വലിച്ച് നമ്മൾ അടിക്കുക. അപ്പോൾ നമ്മുടെ എലാസ്റ്റിക് ഇടാനുള്ള ചുറ്റും നമ്മൾ അടിച്ചു തീർന്നു. നമ്മളത് അടിച്ചു കഴിയുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എൻഡ് ചെയ്തില്ലേ അവിടെ നിന്ന് കുറച്ച് ഒരു ഗ്യാപ്പ് നമ്മൾ വിട്ട ശേഷം, അത് നമ്മൾ എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഗ്യാപ്പ് വിടണത്. എന്നിട്ട് ആ ഗ്യാപ്പ് വിട്ട ശേഷം നമ്മൾ അടിച്ചെടുക്കണം. എന്നിട്ട് ഒരു സൂചിയിൽ എലാസ്റ്റിക് കയറ്റുക. അത് ചുറ്റും ഇങ്ങനെ കയറ്റി വരാം. എലാസ്റ്റിക് നമ്മൾ ചുറ്റും കയറ്റി ഇനി നമ്മൾ 2 എലാസ്റ്റിക്കിൻ്റെ തുമ്പുകളും കൂട്ടിയിട്ട് അടിക്കുക. അതുപോലെ തന്നെ എലാസ്റ്റിക് കയറ്റി ആ ഗ്യാപ്പും കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ എലാസ്റ്റിക്കും കൂടി ഇട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ നിക്കർ റെഡിയായി. ഇനി നമ്മൾ അടുത്തത് ബനിയൻ തയ്ക്കാൻ പോകണം. നമ്മൾ വെട്ടിയിട്ട ബനിയൻ അതുപോലെ തന്നെ നിവർത്തിയിട്ടിട്ട് നല്ല വശങ്ങൾ 2 എണ്ണം അകത്ത് വരാൻ പാകത്തിന് നിവർത്തിയിടാം. കട്ട് ചെയ്ത ഷെപ്പിൽ തന്നെ നിവർത്തിയിടാം. അങ്ങനെ നമ്മൾ ആദ്യം അടിഭാഗം നിവർത്തിയിട്ടു. ഇനി മുകളിലത്തെ ഭാഗം അതിൻ്റെ മുകളിലേക്ക് നല്ല വശം വരാൻ പാകത്തിന് മുകളിലാക്കി ഇടാം. ഇട്ട ശേഷം നമ്മൾ സൈഡുകളെല്ലാം ഒപ്പം വയ്ക്കുക. അങ്ങനെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, നമ്മൾ 2 ഷോൾഡർ എല്ലാം ഒപ്പം വെച്ച ശേഷം അത് 2 നമ്മൾ ജോയിൻ ചെയ്യാൻ പോവാണ്. 2 ഷോൾഡറും ജോയിൻ ചെയ്യാൻ പോവാണ്. നമ്മൾ 2 ഷോൾഡറും ജോയിൻ ചെയ്യാൻ പോവാണ്. നമ്മളിപ്പോൾ 2 ഷോൾഡറും ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 2 ഷോൾഡറും ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നിവർത്തിയിട്ടിട്ട് കൈയുടെ 2 ഭാഗം 2 മടക്കാക്കിയിട്ട് മടക്കി അടിക്കുക. ഇനി നമ്മൾ നിവർത്തിയിട്ട ശേഷം 2 കൈയുടെയും 2 വശങ്ങൾ നമ്മൾ 2 മടക്കി അടിക്കുക. അപ്പോൾ നമ്മൾ അതുപോലെ ചെയ്യുക. ഒരു മടക്കും പിന്നെ ഒരു മടക്കും കൂടി ആക്കി അങ്ങനെ വൃത്തിക്ക് നമ്മൾ അടിച്ചിട്ട് എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ 2 സൈഡും മടക്കി അടിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ഭാഗം ഇതുപോലെ തന്നെ 2 മടക്കാക്കി വൃത്തിക്ക് അടിച്ചിട്ട് വരാം. അപ്പോൾ അത് നമ്മൾ അതുപോലെ അടിക്കുക. അപ്പോൾ അതും നല്ല അടിച്ച് കഴിയാറായി. ഇനി ബനിയൻ നിവർത്തിയിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ബനിയനായി. ഇനി നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്യണം. അടി ഒന്ന് മടക്കി അടിക്കണം. ആ പണിയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബനിയൻ്റെ പണിയെല്ലാം തീർന്നു. ഇനി അപ്പോൾ നമ്മൾ ആ 2 ഷേപ്പാക്കിയിട്ട് ആദ്യം ഒന്ന് ഷേപ്പിൽ അടിച്ച് നോക്കാം. പിന്നെ നമ്മുടെ കുട്ടിയുടെ അളവിന് നമ്മൾ മെഷർമെൻ്റ് എടുത്ത് അടിക്കാം. ഒരു 3.5 വയസ്സിലെ കുട്ടിയുടെ അളവിലാണ് ഞാനത് അടിക്കണത്. അപ്പോൾ അവിടെ ആം ഹോളിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 5 ആണ്. അത് ഞാൻ അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് താഴേക്കൊരു ഷേപ്പ് വരച്ചിട്ട് അതിന് മുകളിൽ കൂടെയാണ് ഞാൻ 2 സൈഡ് അടിക്കുന്നത്. അപ്പോൾ ആ അടയാളപ്പെടുത്തിയിട്ട് അതുപോലെ നമുക്ക് 2 വശം ഷേപ്പിൽ അടിച്ചിട്ട് വരാം. അപ്പോൾ അടിച്ചു കഴിഞ്ഞു. കഴുത്ത് നെക്ക് വേണ്ട, കൈയെല്ലാം നല്ല പെർഫെക്റ്റായി അടിച്ചു കഴിഞ്ഞു. പോക്കറ്റ് എല്ലാം നല്ല പെർഫെക്റ്റായി. ബനിയൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു. ഇനി നമുക്ക് താഴ്ഭാഗം ഒന്ന് മടക്കി അടിക്കും. ഇനി നമുക്ക് അടിഭാഗം 2 മടക്കി അടിച്ചിട്ട് എടുത്തിട്ട് വരാം. അപ്പം മടക്കി അടിച്ചു കഴിഞ്ഞു. ഇനി എക്സ്ട്രാച്ചുള്ള നൂലുകളെല്ലാം വെട്ടിക്കളയാണ് ഞാൻ. എല്ലാ നൂലും വെട്ടിക്കളഞ്ഞ് മുകളിൽ ഭാഗത്തൊക്കെ എനിക്ക് നൂലുണ്ടായിരുന്നു, നല്ല ഞാൻ വെട്ടിക്കളയാണ്. എക്സ്ട്രാ ഉള്ള നൂലുകളെല്ലാം വെട്ടിക്കളയുക, ഇല്ലെങ്കിൽ അതൊക്കെ വൃത്തിയോടെ കാണും. എല്ലാം വെട്ടിക്കളഞ്ഞ് നല്ല പെർഫെക്റ്റായി ബനിയൻ റെഡിയായി. അപ്പോൾ ബനിയൻ തയ്ച്ച് കഴിഞ്ഞു. നിക്കറും നമ്മൾ നേരത്തെ തയ്ച്ച് വെച്ച് കഴിഞ്ഞു. കുട്ടിക്ക് നല്ല അടിപൊളി നൈറ്റ് ഡ്രസ്സ് തയ്ച്ച് കഴിഞ്ഞു. ഇനി ഞാൻ തയ്ച്ച നൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് എൻ്റെ കുട്ടി കളിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. ഇതുപോലെ നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റും. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ടുനോക്കി നിങ്ങളുടെ മക്കൾക്ക് നൈറ്റ് ഡ്രസ്സ് തയ്ക്കി കൊടുക്കും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ടേക്ക് കെയർ ആൻഡ് ബൈ.